അങ്ങനെ എന്തായാലും അയർലൻഡ് പരീക്ഷയ്ക്ക് ശേഷം നാളെ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് പരീക്ഷ ആരംഭിക്കുകയാണ്. അയർലൻഡ് പരീക്ഷ നമ്മൾ തോറ്റു തൊപ്പിയിട്ടു. ഒരു കാരണവശാലും അയർലൻഡ് പോലൊരു ടീമിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ വൈറ്റ് വാഷ് ആവാൻ പാടില്ലായിരുന്നു. ഒരു കളി നമ്മൾ പരാജയപ്പെട്ടു, സമ്മതിക്കുന്നു. നമ്മൾ കണ്ടീഷനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ സ്ക്വയർ ടൈപ്പ് ബൗണ്ടറിയാണ്. അവിടുത്തെ ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ വളരെ വ്യത്യാസമുണ്ട് ബൗണ്ടറിയുടെ. സോ പല പല റീസൺ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മത്സരം തോറ്റു, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ 2 മത്സരങ്ങൾ ബാക്ക് ടു ബാക്ക് ഇന്ത്യൻ ടീം അവിടെ പരാജയപ്പെടാനേ പാടില്ലായിരുന്നു. ഒരു വലിയ നാണക്കേടിന്റെ റെക്കോർഡ് ഇന്ത്യൻ ടീം സമ്മാനിച്ചു. ഞാൻ ഒരു കാരണവശാലും അയർലൻഡിന്റെ മേലുള്ള ഒരു ക്രെഡിറ്റിനെ എടുത്ത് കളയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. അയർലൻഡ് ബെറ്റർ ആയിട്ട് കളിച്ചു. ഇന്ത്യ ഒരു മേഖലയിൽ പോലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒന്നും ഉയർന്നു വരാൻ അവർ സമ്മതിച്ചതേ ഇല്ല. അവരുടെ കണ്ടീഷനകത്ത് ഡോമിനേറ്റ് ചെയ്തു. ഇന്ത്യ അവരുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം കീഴടങ്ങുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത്. ഇന്ത്യ മാച്ചിനെ അടിയറവ് വെച്ചു. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ നോക്കുകയാണെങ്കിൽ മാച്ചിനെ അടിയറവ് വെച്ചു. കാരണം നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട്. നമ്മുടെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ മുതൽ അവസാന ബോൾ വരെ നമ്മൾ അടിച്ചു കളിക്കും. വിക്കറ്റ് പോയാലും നമ്മൾ അടിക്കും. ആ ഒരു ടെംപ്ലേറ്റ് മാറ്റണമെന്നേ. എല്ലാ കണ്ടീഷനും പോയിട്ട് അത് വർക്കാവത്തില്ല. 2028 T20 വേൾഡ് കപ്പ് നടക്കുന്ന ആസ്ട്രേലിയയിലില്ല. ആസ്ട്രേലിയയിൽ പോയിട്ട് ഇന്ത്യയിൽ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കണം. പിച്ച് നോക്കുവാണെങ്കിൽ വളരെ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഒരു സ്പോഞ്ചി ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ആ രീതിയിൽ 140 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കണമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ 250 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ പോയി. എന്തിനാ? വൈഭവ് സൂര്യവംശി വരും. അതിനെ പേടിച്ച് സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ ശ്രമിച്ചു. തുടരെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർമാർ വിക്കറ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് കയറി പോകേണ്ടതായിട്ട് വന്നു. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറാണ് ഇന്ത്യ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഇന്ത്യയുടെ ഫിനിഷർമാരൊന്നും അല്ല, ഇന്ത്യയുടെ മിഡിൽ ഓർഡറൊന്നും അല്ല ഇന്ത്യ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ. ഇപ്പം നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഇവരാണ് ഇന്ത്യൻ ടീമിന്റെ ബേസ്. അല്ലാതെ നമുക്ക് എടുത്തു നോക്കുവാണെങ്കിൽ ഒരുപാട് പേരെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവരൊക്കെ എന്നാണ് മത്സരം വിജയിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇവരുടെ മുമ്പിലൊക്കെ അവസരം ഉണ്ടായിരുന്നു. സോ ഇന്ത്യൻ ടീം ഒരു കൺസേൺ ഉണ്ട്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യ കപ്പിനകത്ത് ഒമാനെതിരെ പരാജയപ്പെടേണ്ടതായിരുന്നു, UAE-ക്കെതിരെ പരാജയപ്പെടേണ്ടതായിരുന്നു. T20 വേൾഡ് കപ്പിലോട്ട് വരുമ്പോഴത്തേന് നമ്മൾ നെതർലാൻഡിനോട് പരാജയപ്പെടേണ്ടതായിരുന്നു, USA-ക്കെതിരെ പരാജയപ്പെടേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ ജയിച്ച് കയറി. മേ ബി സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ, സൂര്യകുമാർ യാദവിന്റെ മേലുള്ള ലക്ക്, ഇതെല്ലാം പല പല കാരണങ്ങളായിരിക്കാം. നമ്മൾ സ്ട്രഗിൾ ചെയ്തില്ലെന്ന് പറയരുത്. നമ്മൾ T20 വേൾഡ് കപ്പ് നേടി 2 ട്രോഫി നമ്മൾ ബാക്ക് ടു ബാക്ക് നേടിയതെന്നും നമ്മൾ ചുമ്മാ പറയരുത്. 2024 നമ്മൾ ഫൈറ്റ് ചെയ്താ ജയിച്ചത്. 2024 വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും പോയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തല്ലേ ജയിച്ചത്. ഓരോ കളിയിലും ഓരോ മാച്ച് വിന്നർമാരുണ്ടായിരുന്നു. അവസാനത്തെ കളി നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലി, അതിനു മുമ്പ് നോക്കുമെങ്കിൽ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്സർ പട്ടേൽ അടങ്ങുന്ന ഒരുപാട് മാച്ച് വിന്നർമാരുണ്ടായിരുന്നു. പക്ഷേ T20 വേൾഡ് കപ്പിലോട്ട് പോയപ്പോഴത്തേന് സഞ്ജു സാംസൺ, പിന്നെ അങ്ങ് കഴിഞ്ഞു ഇഷാൻ കിഷന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. സോ ഇന്ത്യൻ ടീം നോക്കുവാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. നമുക്ക് മറവിയുണ്ട്. സോ ഞാൻ അംഗീകരിക്കുന്നു, സഞ്ജു സാംസൺ ആയിരുന്നു വേൾഡ് കപ്പിന്റെ ഹീറോ. മേ ബി സഞ്ജു സാംസൺ ഇല്ലായിരുന്നെങ്കിൽ ആ വേൾഡ് കപ്പ് എന്തുവാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇഷാൻ കിഷന്റെ പെർഫോമൻസ് ഞാൻ എടുത്തു കാണുന്നു. അങ്ങനെ കുറച്ച് 1-2 പ്രകടനം മാത്രമേ ഉള്ളായിരുന്നു. കാരണം നമ്മൾ ജയിക്കാനുള്ള മെയിൻ കാരണം നമുക്ക് നല്ലൊരു പവർ പ്ലേ കിട്ടും. 6 ഓവറിനകത്ത് ഒരു 50+ പവർ പ്ലേ വരും. നമ്മുടെ കയ്യിൽ വിക്കറ്റ് ഉണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ ഫോമിലല്ലെങ്കിലും ഇഷാൻ കിഷനും സഞ്ജു സാംസൺ നോക്കുകയാണെങ്കിൽ അത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെയാണ് നമ്മൾ ജയിക്കാനുള്ള മെയിൻ കാരണം. സോ ഇനി ഇംഗ്ലണ്ട് സീരീസ് ആരംഭിക്കുകയാണ്. ഇംഗ്ലണ്ട് ഒരു ജ്യൂസി ആയിട്ടുള്ള, ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആണോ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്നത്, അതോ ബാസ്ബോൾ കൈൻഡ് ഓഫ് പിച്ച്, അതായത് ഒരു ഫ്ലാറ്റ് പിച്ച് ഇന്ത്യക്ക് കൊടുക്കാൻ പോവാണോ? ഫ്ലാറ്റ് പിച്ച് ഇന്ത്യക്ക് കൊടുത്തിട്ട് ഇന്ത്യ ഒരു രീതിയിലും ചലഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഇംഗ്ലണ്ട് വിചാരിക്കുകയോ ചെയ്യരുത്. ഇംഗ്ലണ്ടിന് ഒരു ഫ്ലാറ്റ് പിച്ചിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സ്ട്രഗിൾ ചെയ്യാൻ വളരെ പാടായിരിക്കും. സോ ഇന്ത്യൻ ടീം ഈസി ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ സീരീസ് തൂക്കാനുള്ള ചാൻസും കൂടുതലാണ്. സ്പൈസി ആയിട്ടുള്ളൊരു വിക്കറ്റ് ഞാൻ നോക്കി കാണുന്നത്, ഇംഗ്ലണ്ട് ഒരു സ്പൈസി ആയിട്ടുള്ളൊരു വിക്കറ്റ് ഇന്ത്യക്ക് കൊടുക്കുമോ, ഇന്ത്യയെ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ ഒരു കൺസേൺ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പിച്ച് ഇംഗ്ലണ്ട് ഒരുക്കി കൊടുക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം. കാരണം ഇംഗ്ലണ്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. ഇംഗ്ലണ്ട് തോറ്റു വരുവാണ്, ടെസ്റ്റ് സീരീസ് തോറ്റു വരുവാണ്. അവസാനമായിട്ട് T20 കളിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. T20 വേൾഡ് കപ്പിനകത്ത് സെമി ഫൈനലിനകത്ത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു അല്ലേ, മറക്കാൻ കഴിയത്തില്ല. ജേക്കബ് ബദേലും അതുപോലെ വിൽ ജാക്കിന്റെ ഒക്കെ ഒരു ബാറ്റിങ് മറക്കാൻ കഴിയത്തില്ല. ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ അവർ T20 അധികം കളിച്ചില്ല. IPL നോക്കുവാണെങ്കിൽ ഫിലിപ്പ് ചാർട്ടും ജേക്കബ് ബദേലും അടക്കമുള്ളവർക്കൊന്നും വലിയ ഫോമും ഇല്ല. സോ അവർ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ടീം തന്നെയാണ്. നല്ല പിച്ചാണെങ്കിൽ ഇന്ത്യ അടിച്ചു കയറും. പിച്ച് അല്പം ഒരു ഡിഫിക്കൽട്ട് ആണെങ്കിൽ കളി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനി നാളെ എല്ലാവരും നോക്കി കാണുന്നത് വൈഭവ് സൂര്യവംശിയും ജോഫ് ആർച്ചറും തമ്മിലുള്ള ഒരു മാച്ചപ്പ് നാളെ കാണാൻ കഴിയുന്നതാണ്. ജോഫ് ആർച്ചറിനെ മാത്രമേ ഉള്ളൂ സൂര്യവംശി പഞ്ഞിക്കിടാത്തത്. ബാക്കിയുള്ളവരെല്ലാം നോക്കുവാണെങ്കിൽ പഞ്ഞിക്കിട്ടു. ജോഷ് ഹെസ്ലൂട്ടിന് കൊടുത്തു, സ്റ്റാർക്കിന് കൊടുത്തു, പാറ്റ് കമിൻസിന് കൊടുത്തു, ബുംറയ്ക്ക് കൊടുത്തു, റബാഡയ്ക്ക് കൊടുത്തു, സിറാജിന് കൊടുത്തു, ഭുവനേശ്വർ കുമാറിന് കൊടുത്തു. അങ്ങനെ മെയിൻ ലൈൻ ബോർഡർമാർക്കെല്ലാം കൊടുത്തു. പക്ഷേ ജോഫ് ആർച്ചർ രാജസ്ഥാൻ റോയൽസിനകത്ത് വൈഭവ് സൂര്യവംശിയുടെ തണലിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. നാളെ ഒരു അവസരം കിട്ടുമോ
വൈഫ് ഓഫ് സൂര്യവംശിക്ക്. ജോഫ് ആർച്ചറിന് നാളെ ഒരു അവസരം കിട്ടും. ജോഫ് ആർച്ചറിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാൻ വയ്യ, ഒരു ടെസ്റ്റ് കളിച്ചിട്ട് വരുവാ, 2 ടെസ്റ്റ്. മേ ബി അവിടെ ഒരു റെസ്റ്റ് കൊടുത്തേക്കാം, മേ ബി കളിച്ചേക്കാം, അറിയില്ല. എന്നാൽ വൈഫ് ഓഫ് സൂര്യവംശി നാളെ കളിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ ഇന്ന് വൈകിട്ട് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെ. ശ്രേയസ് അയ്യർ പറഞ്ഞത് ശ്രേയസ് അയ്യറിന് പൂർണ്ണ വിശ്വാസമുണ്ട് വേൾഡ് കപ്പ് വിന്നർമാരായ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണിലും. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്കറിയാം സാഹചര്യത്തിനനുസരിച്ച് കളിക്കാനെന്നാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു പറച്ചിൽ വെച്ചിട്ട് ഒരു 1-2 കളിയും കൂടെ സെയിം ഓപ്പണിംഗ് ജോഡി കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വൈഫ് ഓഫ് സൂര്യവംശി കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല ഇനി ഒരു സർപ്രൈസ് കോൾ ആയിട്ട് വല്ലതും വൈഫ് ഓഫ് സൂര്യവംശിയെ കൊണ്ടുവരുമെന്നുള്ളത്. ഇന്ത്യൻ ടീമിന്റെ മേലിൽ നല്ല പ്രഷറുണ്ട്, ഒരു സംശയമില്ല. ഇന്ത്യൻ ടീമിന്റെ മേലിൽ നല്ല പ്രഷറുണ്ട്. വൈഫ് ഓഫ് സൂര്യവംശിയുടെ കളി കാണാൻ അനേകം പേര് ബീഹാറിൽ നിന്നും അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പോവാണ്, ഫ്ലൈറ്റ് പിടിച്ച് പോവാണ് അവന്റെ ആ ഒരു മത്സരം കാണാൻ വേണ്ടി. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് BCCI ആണ്. ഡ്രസ്സിംഗ് റൂമിനകത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ കൊണ്ടുവന്നത് BCCI ആണ്. ഒരു കാരണവശാലും 3 ഓപ്പണർമാരുമായിട്ടൊന്നും ഒരു സീരീസും കളിക്കാൻ പോകല്ലേ BCCI. എന്തിനാണ് നിങ്ങൾ വൈഫ് ഓഫ് സൂര്യവംശി ടീമിനകത്ത് എടുത്തിട്ടത്? ഇട്ടെങ്കിൽ നിങ്ങൾ കളിപ്പിക്കണം, അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ടീമിനകത്ത് എടുത്തിടാൻ പാടില്ലായിരുന്നു. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയ്ക്കും ഇഷാന്ത് കിഷനും നിങ്ങൾ കോൺഫിഡൻസ് കൊടുക്കണമായിരുന്നു, നിങ്ങൾ അവരെ ബാക്ക് ചെയ്യണമായിരുന്നു. നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പം 4 ഓപ്പണർമാരാണ് ഇന്ത്യക്കുള്ളത്, 4 ഓപ്പണർമാർ. വൈഫ് ഓഫ് സൂര്യവംശി ബെഞ്ചിൽ ഇരിക്കുമ്പോഴത്തേന് സഞ്ജു സാംസന്റെ പ്രഷർ, അഭിഷേക് ശർമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ 250 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കണം. സോ വൈഫ് ഓഫ് സൂര്യവംശി ഒരു പ്രഷർ എന്തായാലും ഡ്രസ്സിംഗ് റൂമിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. BCCIയുടെ നോക്കുവാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. നമ്മൾ ഈ ഒരു ടീം ഉണ്ടാക്കി നമ്മൾ നേരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെ കളിക്കാൻ പോയപ്പോഴത്തേനെ നമുക്ക് ബാക്കപ്പായിട്ട് ഒരു ഓപ്പണർമാരും ഇല്ലായിരുന്നു. അഭിഷേക് ശർമ്മയും സഞ്ജുവിൻ്റെ അടുത്തും നിങ്ങളുടെ ഇഷ്ടത്തിന് കളിയിടാൻ പറഞ്ഞുള്ള ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡായിരുന്നു. അവർ നല്ല പെർഫോമൻസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് പെതിയെ ശുഭ്മൻ ഗില്ലിനെ തള്ളി കയറ്റുന്നു, ടീമിനകത്ത് പ്രശ്നം വരുന്നു. ശുഭ്മൻ ഗില്ലിന് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല, സഞ്ജുവിന് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് താണ്ടെ ഇഷാൻ കിഷൻ വരുന്നു. ഇഷാൻ കിഷൻ വന്നപ്പോഴത്തേന് സഞ്ജുവിന് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് സൂര്യവംശിയെ കൊണ്ടുവരുന്നു. സൂര്യവംശി കൊണ്ടുവരുമ്പോഴത്തേനും നമ്മുടെ ഓപ്പണിങ് അമ്പേ പരാജയപ്പെടുന്നു. സോ നിങ്ങൾ ചെയ്ത് തെറ്റാണ്. വൈഫ് ഓഫ് സൂര്യവംശി ടീമിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കളിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ക്യാരി ചെയ്തതായിരുന്നു. അയർലൻഡിൽ എങ്കിലും ആ പയ്യനൊരു അവസരം കൊടുക്കണമായിരുന്നു. ഒരുപാട് പേര് ആ ചെറുക്കൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സോ BCCI കാണിച്ച അനീതി തന്നെയാണ്. അനീതി കാണിച്ചത് പ്ലേയേഴ്സിനോടാണ്. അഭിഷേക് ശർമ്മയോടും ഇഷാൻ കിഷനോടും സഞ്ജു സാംസണോടുമാണ്, സൂര്യവംശിയോടാണ് അനീതി കാണിക്കുന്നത്. ആ ഒരു 15 വയസ്സുകാരനെ കൊണ്ട് ആ ബെഞ്ചിലിരുത്തി വെള്ളം കൊടുപ്പിക്കില്ലായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അയർലൻഡ് സീരീസിൽ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് സീരീസിൽ നിങ്ങൾ പരിഗണിക്കില്ലായിരുന്നു. സോ ഇനിയിപ്പം ഹെഡേക്ക് കോച്ചിനാണ്, ക്യാപ്റ്റനാണ്, അതുപോലെ തന്നെ BCCIക്കാണ്. ആ ഹെഡേക്ക് എന്താണെന്ന് വെച്ചാൽ അവർ എടുക്കട്ടെ, എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്നാണ്. ഇന്ന് നേരെ പിച്ച് റിപ്പോർട്ടിലോട്ട് പോകുകയാണെങ്കിൽ ബാങ്ക്സ് ഹോമിന്റെ പിച്ച് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ 5 T20 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ട്രൂ പേസും ട്രൂ ബൗൺസും ഉള്ള ഒരു പിച്ചാണ്. അതായത് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചാണ്. ഒരു ഓവർകാസ്റ്റ് കണ്ടീഷനൊക്കെ വരുവാണെങ്കിൽ ബോളും ഒരു മൂവ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 3 ഓവറിനകത്ത് ചെറിയൊരു മൂവ്മെന്റ് കിട്ടും. അതിനകത്ത് വിക്കറ്റ് കൊണ്ട് കളയാതിരുന്നാൽ ഇവിടെ ഈസിയാണ് ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ച് തന്നെയാണ് ഇവിടുത്തെ പിച്ച്. പിന്നെ പിച്ച് അല്പം ഡ്രൈ ആണെങ്കിൽ ഇവിടെ സ്പിന്നർമാർ റോളിലോട്ട് വരും. രവി ബിഷ്ണോയി, കുൽദീപ് യാദവ്, അതുപോലെ തന്നെ ചഹാല്, വരുൺ ചക്രവർത്തിയെ കൂടെയുള്ള റിസ്റ്റ് സ്പിന്നർമാർ ആ റോളിലോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ റെക്കോർഡ് കൂടുതലാണ് അങ്ങനെയുള്ള സ്പിന്നർമാർക്ക്. രവി ബിഷ്ണോയി നമ്മുടെ കൂടെ ഉണ്ട്. വരുൺ ചക്രവർത്തി എത്രമാത്രം ഫിറ്റ് ആണെന്ന് അറിയത്തില്ല, ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. അയർലൻഡിൽ നമുക്ക് എന്താണ് സംഭവിച്ചത്? നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു സ്പിന്നർ ഇല്ലായിരുന്നു. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്പിന്നറിൻ്റെ റോൾ വളരെ നിർണായകമാണ്. ഈ പിച്ചിനകത്ത് നമ്മൾ സ്പിന്നറിനെ കൊണ്ടുവരണം, പ്രത്യേകിച്ച് സുയാൻ ഷെഡ്ജിയെ കൂട്ടുള്ള ഒരു പ്ലെയറിനെയൊക്കെ പുറത്തിരുത്തിക്കൊണ്ട് അർഷദ് റാണയെ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് 8ാം നമ്പറിൽ അർഷദ് റാണയ്ക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുമല്ലോ, ഒരു എക്സ്ട്രാ ഒരു സ്പിന്നറിനെ കൂടെ ഈ പിച്ചിനകത്ത് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 3 പേസ് ബോളർമാരുമായിട്ട് ഈ പിച്ചിനകത്ത് പോകുന്നതും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. പിന്നെ പേസ് ബോളർമാർക്ക് നോക്കുകയാണെങ്കിൽ 65 മുതൽ 70% വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് പവർ പ്ലേയിൽ പേസ് ബോളർമാർ അല്പം ബോളിന് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. സോ പവർ പ്ലേ വളരെ നിർണായകമായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ആര് ബാറ്റ് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പവർ പ്ലേ നിർണായകമായിരിക്കും. പേസ് ബോളർമാർക്ക് അല്പം മൂവ്മെന്റ് കിട്ടാറുണ്ട്. സ്പിന്നർമാർ പരിശോധിക്കുകയാണെങ്കിൽ 30 മുതൽ 35% വരെ വിക്കറ്റ് എടുക്കാറുണ്ട്. അതായത് മിഡിൽ ഓർഡറിനകത്ത് ബോൾ അല്പം ഒന്ന് പടങ്ങുമ്പോഴത്തേന് അവർ ബോൾ ഗ്രിഫ്റ്റ് കിട്ടാറുണ്ട്, ബോളിന് ഡ്രിഫ്റ്റ് ചെയ്യാറുണ്ട്. സോ നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ സ്പിന്നർമാർ മിഡിൽ ഓർഡറിനകത്ത് റോളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പൊതുവെ ഒരു ബാറ്റിംഗ് പാരഡൈസ് തന്നെയാണ്, ഒരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ്. ഇവിടുത്തെ ഒരു പാർ സ്കോർ പരിശോധിക്കുമ്പോൾ 150 റൺസ് ഉണ്ടെങ്കിൽ ഒരു പാർ സ്കോറാണ്, ഏകദേശം ഒരു വിന്നിംഗ് സ്കോർ ആണെന്ന് തന്നെ ഇവിടെ പറയാൻ പറ്റും. ഒരു ഓവർകാസ്റ്റ് കണ്ടീഷൻ ഒന്നും ഇല്ല എങ്കിൽ ഒരു 180+ സ്കോർ ഇവിടുത്തെ ഒരു വിന്നിംഗ് സ്കോർ തന്നെയാണ്.
പിന്നെ ഇവിടെ 5 മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം 3 പ്രാവശ്യം വിജയിക്കുകയും രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം 2 പ്രാവശ്യം വിജയിക്കുകയും ചെയ്തു. സോ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ബാറ്റ് ചെയ്യുക, ആൾറെഡി ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ല, മിക്കുള്ള പ്ലേയേഴ്സിനും ഒരു ഫോം ഇല്ല. നമ്മൾ എന്താ പരാജയപ്പെട്ടത്? 2 കളിൽ നമുക്ക് ടോസ് കിട്ടി അയർലൻഡിൽ, നമ്മൾ ബാറ്റ് ചെയ്യാതെ ചേസ് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. സോ ഇന്ത്യൻ ടീമിലെ ബാറ്റ്സ്മാൻമാർ കോൺഫിഡൻസിലോട്ട് വരേണ്ടതായിട്ടുണ്ട്, അവരുടെ ഫോം തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിന് ടോസ് കിട്ടുവാണെങ്കിൽ ഇവിടെ അല്പം കൂടെ ബെറ്റർ, ഇവിടുത്തെ റെക്കോർഡ് പ്രകാരം ഞാൻ പറഞ്ഞ പ്രകാരം 3 പ്രാവശ്യം 5 കളിയിൽ 3 പ്രാവശ്യം ബാറ്റ് ഫസ്റ്റ് ചെയ്ത ടീമാണ് ജയിച്ചിട്ടുള്ളത്. സോ ഇന്ത്യ ബാറ്റ് ഫസ്റ്റ് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല. ശ്രേയസ് അയ്യറിന്റെ കയ്യിലാണ് ആ ഒരു കോള്. ഇനി പ്ലേയേഴ്സിലോട്ട് വരുവാണെങ്കിൽ അഭിഷേക് ശർമ്മ 9 ഡക്കാണ് 2026 T20 വേൾഡ് കപ്പ് നോക്കുവാണെങ്കിൽ വലിയൊരു പെർഫോമൻസ് ഇല്ലായിരുന്നു, സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അവസാനത്തെ മത്സരത്തിൽ പെർഫോമൻസ് ചെയ്തു. സോ കഴിഞ്ഞ കളിയിലും അഭിഷേക് ശർമ്മ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് കയറിപ്പോയി, അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ. സഞ്ജു സാംസന്റെ വിക്കറ്റ് അവിടെ പോയപ്പോഴത്തേന് അഭിഷേക് ശർമ്മ അവിടെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോയി. അല്പം കൂടെ സീരിയസ് ആയിട്ട് അഭിഷേക് ശർമ്മ കളിക്കേണ്ടതായിട്ടുണ്ട്. സൂര്യവംശിയെ തോൽപ്പിക്കാൻ നിൽക്കാതെ അഭിഷേക് ശർമ്മയുടെ സ്റ്റൈലിൽ കളിക്കുക, പ്രഷറിനെ ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. സൂര്യവംശി അവിടെ ഇരുന്നോട്ടെ. അഭിഷേക് ശർമ്മയാണ് ഒരു കാലത്ത് ലോകത്തിലുള്ള മിക്കുള്ള ബോളർമാരും അഭിഷേക് ശർമ്മയെ ഭയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അഭിഷേക് ശർമ്മയ്ക്ക് അത് ചെയ്യാൻ കഴിയും, പക്ഷെ സാഹചര്യങ്ങളനുസരിച്ച് അഭിഷേക് ശർമ്മയ്ക്ക് കളിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരിക്കും ഇത്. സഞ്ജു സാംസന്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് നിലനിൽക്കണമെങ്കിൽ കുറഞ്ഞത് സ്കോളിലെങ്കിലും വരണമെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാലേ കഴിയത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ BCC ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു 3 ഓപ്പണർമാരുമായിട്ടൊക്കെ പോയി ഒരു മെയിൻ ഓപ്പണറെ ബെഞ്ചിലിരുത്തി മറ്റുള്ളവരെ പ്രഷറിലാക്കാൻ. ഇപ്പൊ ഈ സീരീസ് നോക്കുന്നത് സഞ്ജു സാംസന്റെ പ്രകടനം എന്താണ്, സൂര്യവംശി എന്ന് പറഞ്ഞ ഒരു പ്ലെയർ IPL കാഴ്ചവെച്ച ഒരു പ്രകടനം ഇന്റർനാഷണൽ മത്സരത്തിൽ കാഴ്ചവെക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി BCCക്ക്. അതൊരു ടെസ്റ്റിംഗ് പീരീഡാണ്. ആ ഒരു ടെസ്റ്റിംഗ് പീരീഡ് എത്രമാത്രം ഇന്ത്യൻ ടീമിനെ എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ പ്ലേയേഴ്സിനെയൊക്കെ എഫക്ട് ചെയ്യും എന്നുള്ളത് ഈ സീരീസ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സഞ്ജു സാംസനെ സംബന്ധിച്ചോളം ഫോമില്ല, വളരെ വളരെ വ്യക്തമാണ്. സഞ്ജു സാംസനെ സംബന്ധിച്ചോളം ഫോമില്ല. ആദ്യത്തെ കളിയിൽ 5 റൺസ്, രണ്ടാമത്തെ കളിയിൽ ഡെക്കായിട്ട് കയറി പോവുകയാണ്. സെയിം പാറ്റേണിൽ വിക്കറ്റ് കൊണ്ട് കളയുന്ന സഞ്ജു സാംസൺ നമ്മൾ കണ്ടിട്ടുണ്ട് IPLനകത്ത്. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ 4th സ്റ്റമ്പ് 5th സ്റ്റമ്പിൽ ഡ്രൈവിന് വേണ്ടി ശ്രമിക്കും. കോഡ് ബിഹേനായിട്ട് വിക്കറ്റ് കൊണ്ട് കളയുന്ന സഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ സഞ്ജു സാംസന് ഫോമില്ല. സഞ്ജു സാംസൺ ഫോമിലോട്ട് തിരിച്ചു വരേണ്ടത് സഞ്ജു സാംസന്റെ ഉത്തരവാദിത്വമാണ്. അല്പം ഒരു ഓവർ 2 ഓവറൊക്കെ എടുത്ത് ഫോമിലേക്ക് തിരിച്ചു വന്ന് ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കാൻ സഞ്ജു സാംസന് കഴിയട്ടെ. അല്ല എങ്കിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ നിന്ന് അപ്രത്യക്ഷനായി പോകാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. വൈഭവ് സൂര്യവംശി കിട്ടിയ ചാൻസുകളൊന്നും അവൻ പാഴാക്കിയിട്ടില്ല. അത് സഞ്ജു സാംസൺ മറന്നു പോകാതിരിക്കട്ടെ. പിന്നെ ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ശ്രേയസ് അയ്യറിന് ആരും വാക്ക് കൊടുത്തിട്ടില്ല. 2 വർഷം ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റനായിട്ട് ഞങ്ങൾ സഹിച്ചോളാന്ന് ആരും വാക്ക് കൊടുത്തിട്ടില്ല. ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ ക്യാപ്റ്റനിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല, നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ്, നല്ലൊരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്. പക്ഷേ ശ്രേയസ് അയ്യറിന്റെ ബാറ്റിംഗ് ഫോം നോക്കുവാണെങ്കിൽ അഫ്ഗാൻ സീരീസ് അതുപോലെ തന്നെ അയർലൻഡ് സീരീസ് കൺസേൺ ആണ്, ആ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല. ശ്രേയസ് അയ്യർ ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്താലേ ഡ്രസ്സിംഗ് റൂമിനകത്ത് ശ്രേയസ് അയ്യറിന്റെ വാക്ക് പവർഫുൾ ആവത്തുള്ളൂ, ഹെഡ് കോച്ചിനെ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ, BCCയെ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ, അതുപോലെ തന്നെ സെലക്ടർമാരെ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ. ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്താലേ കഴിയത്തുള്ളൂ. സൂര്യകുമാർ യാദവ് എന്തുകൊണ്ടാണ് ഗൗതം ഗംഭീറിന്റെ നിഴലിൽ ഒതുങ്ങിപ്പോയത്? ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ഇല്ലായിരുന്നു. സോ ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൽ പവർഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ, ടീമിനകത്ത് പ്ലേയേഴ്സ് വാല്യൂ കൊടുക്കണമെങ്കിൽ ബാറ്റ് കൊണ്ട് റൺസ് കണ്ടെത്തണം. ശുഭ്മാൻ ഗില്ലിനെ ടെസ്റ്റിലെ ക്യാപ്റ്റൻ ആക്കിയപ്പോഴത്തേന് ഇംഗ്ലണ്ട് സീരീസിനകത്ത് ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്ത് ഏകദേശം 700 റൺസും 4 സെഞ്ചുറി എടുത്തായിരുന്നു. സോ ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു സീരീസ് തന്നെയാണ്. 5 കളിയുണ്ട്, അത് കഴിഞ്ഞ് ഓടിയേ വരുന്നുണ്ട്. സോ ശ്രേയസ് അയ്യറിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടും, സ്കോർ കണ്ടെത്തിയാലേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനിഷർമാർ, ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഒരു ഫിനിഷറിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ബാലൻസിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു 2-3 ഓവർ എറിയാൻ കഴിയും. അത് നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 ബോളിംഗ് ഓപ്ഷനെ ബെറ്റർ ആക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കേ, നമുക്ക് 3 പ്രോപ്പർ പേസ് ബോളർമാരുമായിട്ട് പോകേണ്ടതായിട്ട് വരുന്നു. അതായത് നമുക്കൊരു എക്സ്ട്രാ ഒരു ബാറ്റ്സ്മാനെ ആഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. സോ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കൺസേൺ ഉണ്ട്. സുന്ദർ നമുക്കറിയാം, നമുക്ക് ഒരു തലവേദനയാണ്. പക്ഷെ അക്ഷർ പട്ടേൽ നമുക്ക് ആ ഒരു തലവേദന അല്ലെങ്കിലും സമീപകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ T20 IPLാണെങ്കിലും T20 ഒരു പ്രകടനം കാഴ്ചവെക്കുന്നില്ല. അയർലൻഡിനെതിരെ മത്സരം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു അക്ഷർ പട്ടേൽ. സോ ആ ഒരു പെർഫോമൻസ് വന്നില്ല.
2 കളിയിൽ നിന്നായിട്ട് 29 റൺസ് 85ന്റെ സ്ട്രൈക്ക് റേറ്റ്. അക്ഷർ പട്ടേലിന്റെ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ T20യിൽ കേവലം 130 ഉള്ളൂ. 130 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ നമുക്ക് എങ്ങനെ ഫിനിഷറായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയും? സോ അക്ഷർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഫെയിൽ ആവുന്നതുകൊണ്ട് അക്ഷർ പട്ടേൽ ഒളിച്ചിരിക്കുകയാണ്. അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ വലുതായിട്ട് ആരും നോക്കുവാണെങ്കിൽ അക്ഷർ പട്ടേലിനെ ജഡ്ജ് ചെയ്യുന്നില്ല. ഞാൻ ഈ സീരീസ് നോക്കുന്നത് അക്ഷർ പട്ടേലിന്റെ ഒരു പ്രകടനമാണ്. അക്ഷർ പട്ടേൽ ഒരു ഫിനിഷർ എന്ന രീതിയിൽ എന്തുമാത്രം പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും, എന്തുമാത്രം സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി മത്സരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, മത്സരത്തെ വിജയിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബോളറായിട്ട് അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ ODI സീരീസ് കളിച്ചില്ല, അയർലൻഡിനെതിരെ കളിച്ചു, എന്നാൽ 2 വിക്കറ്റേ ഉള്ളൂ. കേവലം 2 കളിയിൽ നിന്ന് 2 വിക്കറ്റാണ് എടുക്കാൻ കഴിഞ്ഞത്. സോ അക്ഷർ പട്ടേലിന്റെ പ്രകടനവും വളരെ നിർണായകമായിരിക്കും. സുയാൻ ഷെഡ്ജയൊക്കെ വന്ന് വെളിയിൽ ഇരിപ്പുണ്ട്. സോ അക്ഷർ പട്ടേൽ ആസ് എ ഒരു ഫിനിഷർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാലേ മതിയാകത്തുള്ളൂ. അതുപോലെ തന്നെ ശിവൻ ദുബെയുടെ IPL നോക്കുവാണെങ്കിൽ സാധാരണ ഒരു IPL ആയിരുന്നു. ഏറ്റവും ഉയർന്ന സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ IPLനകത്ത് 17 ബോളിൽ നിന്ന് 47 റൺസ്, അതും അവസാനത്തെ കളിയിൽ. അയർലൻഡിനെതിരെ ചെറിയ ക്യാമിയോ കളിച്ചു, പക്ഷേ ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ ഒരു കൺസേൺ തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യ ഇല്ലാതെ വരുമ്പോഴത്തേന് ശിവൻ ദുബെ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് പ്ലെയർ, 2 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള പ്ലെയർക്ക് ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. സോ ഒരു സീനിയർ പ്ലെയർ ആണ് ശിവൻ ദുബെ. അല്പം കൂടെ ഉത്തരവാദിത്വത്തോടെ ആ ഒരു ഫിനിഷിംഗ് റോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആസ് എ ബോളർ നോക്കുവാണെങ്കിൽ അയർലൻഡിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു, പക്ഷേ അയർലൻഡിൽ പിച്ച് ഡിഫറെൻറ്റ് പിച്ചായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിലെ ഫ്ലാറ്റ് പിച്ചിനകത്ത് എങ്ങനെയാണ് ശിവൻ ദുബെ ആസ് എ ബോളറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ആരാണ് ഇന്ത്യയുടെ 6 ബോളിംഗ് ഓപ്ഷൻ എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ആണ്. അഭിഷേക് ശർമ്മയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? സുയാൻ ഷെഡ്ഗെ പിന്നെയും ഇന്ത്യൻ ടീം ക്യാരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഷെഡ്ഗെ പുറത്തിരുത്തിക്കൊണ്ട് ഇന്ത്യ ഒരു എക്സ്ട്രാ സ്പിന്നറിനെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വരുൺ ചക്രവർത്തി ഫിറ്റ് ആണെങ്കിൽ വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ രവി ബിഷ്ണോയെ കൂട്ടുള്ള ഒരു സ്പിന്നറിനെ ഇന്ത്യൻ ടീം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിൻസ് യാദവ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു, പക്ഷെ നമുക്ക് പ്രശംസിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയുടെ ആ ഒരു തോൽവി കാരണം. അയർലൻഡ് നല്ല പ്രകടനം കാഴ്ചവെച്ചു, സ്ലോ ബോൾ എറിയുന്നുണ്ടായിരുന്നു, ഡെത്ത് ഓവറിനകത്ത് വന്നിട്ട് ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഹാർഡ് ലെങ്ത് എറിയുന്നുണ്ടായിരുന്നു. സോ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു പ്രിൻസ് യാദവ്. അതുപോലെ തന്നെ അർഷദ്ദീപ് സിംഗ് ആണെങ്കിലും അക്ഷിത് റാണയാണെങ്കിലും ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് പ്രകടനം ചെയ്തു. സോ ഏകദേശം നോക്കുവാണെങ്കിൽ ലാസ്റ്റ് മത്സരം കളിച്ച ആ ഒരു ടീമായിട്ട് തന്നെ ആയിരിക്കാം ഇന്ത്യ പോകാനുള്ള ചാൻസ് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഷെഡ്ജയ്ക്ക് പകരം രവി ബിഷ്ണോയ് വരാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നു, അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി അതിലേക്ക് വരാം. 2 മെയിൻ സ്പിന്നറുമായിട്ട് തന്നെ ഇന്ത്യ ഇറങ്ങുന്നതാണ് ഇംഗ്ലണ്ടിലെ കണ്ടീഷനിൽ നല്ലത്. ഇനി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇംഗ്ലണ്ട് കണ്ടീഷനിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അക്ഷർ പട്ടേൽ, ശ്രേയസ് അയ്യറിനെ കൂടെയുള്ള പ്ലേയേഴ്സൊക്കെ അവിടെ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും അടക്കമുള്ള പ്ലേയേഴ്സൊന്നും അവിടെ കളിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ആയിരിക്കും. കണ്ടീഷനെ അഡാപ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ടീമിന് പെട്ടെന്ന് കഴിയട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം അവിടുത്തെ ഒരു സ്ക്വയർ ബൗണ്ടറിയാണ്. ഒരു ഡയമെൻഷനൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആണ്. സിംഗിൾ കണ്ടെത്താനും ഫീൽഡ് പ്ലേസ് ചെയ്യാനൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതൊക്കെ ഇന്ത്യയുടെ പുതിയ ബാറ്റ്സ്മാൻമാർക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്ത സഞ്ജുവിനും അഭിഷേക് ശർമ്മയ്ക്കും ഇഷാൻ കിഷനും ഒക്കെ അടക്കമുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയട്ടെ, അത് ചെയ്യട്ടെ അവർ ബെറ്റർ ആയിട്ട്. ഇനി ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ നോക്കുകയാണെങ്കിൽ തോറ്റു വരുന്ന ഒരു ടീമാണ്, പക്ഷേ നല്ലൊരു സൈഡ് തന്നെയാണ്. ഒരു ബാസ്ബോളൊക്കെ കളിക്കുന്ന ഒരു സൈഡാണ്. നമ്മൾ സെമി ഫൈനൽ നമ്മൾ മറന്നു പോകല്ലോ എന്നാ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത്. അന്ന് നോക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ ഫോമിലല്ലായിരുന്നു, എന്നാൽ ഇപ്പം ജോസ് ബട്ട്ലർ IPLനകത്ത് ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരുന്ന നമ്മൾ കണ്ടു. എന്നാൽ ഫിലിപ്പ് സാൾട്ട് ഫോമിലല്ല, ജേക്കബ് ബദേൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോമിലല്ല, ഹാരി ബ്രോക്ക് നോക്കുകയാണെങ്കിൽ IPL കളിക്കാറുമില്ല. എന്നാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്തൊക്കെ നല്ല പ്രകടനം ഹാരി ബ്രോക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ. സോ നല്ലൊരു സൈഡ് തന്നെയാണ്. ജോഫ് ആർച്ചർ കളിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. വിൽ ജാക്കിനെ കൂട്ടുള്ള ഒരു ഫിനിഷർമാർ അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇന്ത്യയുടെ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് വരുമ്പോഴത്തേന് ഓഫ് ബ്രേക്ക് ബോൾ എറിയാൻ കഴിയാവുന്ന വിൽ ജാക്ക് ടീമിനെ പോകുന്നുണ്ട്. ടോം ബാൻഡൻ ഉണ്ട്. നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ഒരു ടീമാണ്. അവർ ഫോമിലോട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. ഇന്ത്യൻ ടീമിനെ ചലഞ്ച് ചെയ്യാൻ അവർക്കും കഴിയും. നല്ലൊരു ബെറ്റർ സൈഡ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കാത്തിരുന്ന് കാണാം, ജോഫ് ആർച്ചർ കളിക്കുമോ, വൈഫ് ഓഫ് സൂര്യവംശി കളിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പിച്ചിനകത്ത് എത്രമാത്രം സ്പൈസി ഇംഗ്ലണ്ട് കൊണ്ടുവരും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെ ആയിരിക്കും T20 ആണെങ്കിലും ODI ആണെങ്കിലും. സോ നല്ലൊരു മത്സരം ഇന്ത്യക്ക് കാഴ്ചവെച്ച് ഇന്ത്യക്ക് കംബാക്ക് ചെയ്യാൻ കഴിയട്ടെ.